വെച്ചിട്ട് പോ. കഷ്ടം. നീ എന്താ ഈ കാണുന്നേ? എനിക്കങ്ങ് അമ്മേ എന്താ മോളെ, എന്ത് പറ്റി? എന്താടി ഇത്? കഷ്ടം തന്നെ നിന്റെ കാര്യം. മോള് വാ. ഒരച്ഛനും മോളും. എന്താടി, എന്താ പ്രശ്നം? ഒന്നുമില്ല. നിനക്കെന്താ പറ്റിയേ? ആ സുരേഷ് കുമാർ മരിച്ചു. സുരേഷ് കുമാർ? നിങ്ങൾക്ക് എന്താ മനുഷ്യ? ആ സിന്ദൂരി ചെപ്പിലെ ഹീറോ. ഒരു ഒറ്റ നന്നാണ്ടല്ലോ അവളുടെ ഒരു സുരേഷ് കുമാർ. നിങ്ങൾക്കറിയോ, ആക്സിഡന്റിൽ റോഡിൽ വീണ് പിടയുമ്പോൾ ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ല, ഒരാൾ പോലും സഹായത്തിനും ഉണ്ടായില്ല. ഈ നാട് എന്താ ഇങ്ങനെ? ആ അത് പോട്ടെ, സീരിയലല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. നീ പോയി കഴിക്കാന്ന്. മോക്ക് വിശക്കുന്നുണ്ട്. ചെല്ല് ചെല്ല്, പോ ചെല്ല്. എന്താ പ്രശ്നം? അവളുടെ സീരിയലിൽ സുരേഷ് മരിച്ചു എന്ന്. യെസ്, ഒരുത്തന്റെ ചാപ്റ്റർ ക്ലോസ്. ഇനിയുണ്ട് മോളെ 2-3 കൂടി പോവാൻ. അതെ. ചേച്ചി, കുറച്ച് നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എടാ, എന്നാലും ഒരാള് പോലും തിരിഞ്ഞു നോക്കാതെ. ആര്? ആ സിന്ദൂരി ചെപ്പിലെ. ചേച്ചി അത് ഇതുവരെ കളഞ്ഞില്ലേ? വീട്ടിലാണെങ്കിൽ ഇരുന്നേസി, അവിടെ അമ്മ, ഇവിടെ ചേച്ചി. കളഞ്ഞിട്ട് വാ ചേച്ചി, നമുക്കൊരു കോഫി കുടിക്കാം. ചിൽ മാഡം ചിൽ. വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താടാ? ശരി എന്നാ. ഞാൻ വന്നോണ്ടിരിക്കുക, നീ ഒന്ന് സമാധാനായിട്ട്. എത്ര സമയം വെയിറ്റ് ചെയ്യണോ? ഒന്ന് വേഗം വരൂ. The number you have called is please call after some time. നോക്കൂ.
സാരമില്ല, നമുക്കങ്ങ് പോവാം. ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ല. ചിൽ മാഡം, ചിൽ മാഡം, ചിൽ. ആ വണ്ടി ഒന്ന് നിർത്തായിരുന്നു. ആക്സിഡന്റ് നമുക്ക് അതിനൊന്നും സമയമില്ല, ഒന്ന് വേഗം വണ്ടി വിടൂ. ഇന്നാണ് ആ സീരിയലിലെ സുരേഷിന്റെ ബോഡി കൊണ്ടുവരുന്ന ദിവസം. എനിക്ക് കാണണം, എനിക്കത് കാണണം, കണ്ടേ പറ്റൂ. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും അനുകമ്പയും വെറും വാചകങ്ങളിൽ ഒതുക്കും. എന്നിട്ട് ഏതെങ്കിലും സാങ്കല്പിക ലോകത്തോ അതുമല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ വ്യഗ്രത കൊള്ളും. ഈ ലഘുചിത്രം അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ചിന്തിക്കൂ.